പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശേൽ ബ്രദർ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവം തരുന്നൊരു ചിന്ത ഇതാണ്: മനുഷ്യൻ എപ്പോഴും ആകുലനാണ്, വ്യഗ്രത നിറഞ്ഞ ജീവിതം, ടെൻഷൻ അടിച്ച ജീവിതം. കർത്താവ് പറയാണ്, ഒന്നേ ആവശ്യമുള്ളൂ, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33 വചനം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. ദൈവരാജ്യത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളാണ് ദൈവത്തിൻ്റെ മക്കൾ. റോമ 8:14. ദാവീദ് സങ്കീർത്തകൻ പറയും, അതായത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്, അങ്ങയുടെ സന്നിൽ തന്നെ തള്ളിക്കളയരുത്. ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയാണ് പരിശുദ്ധാത്മാവില്ലാത്തൊരു ജീവിതം. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. ആത്മാവിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.